യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ എഫീസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തെ ആസ്പദമാക്കിയും അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തെയും ആസ്പദമാക്കിയുള്ള ആത്മീക വചനചിന്തയിലൂടെ നമുക്ക് കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഈ ഭൂമിയിലെ നമ്മുടെ വിശ്വാസ ജീവിതത്തെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആത്മീക യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ ആത്മീകമായി എവിടെയാണ്, നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായി നമ്മൾ എവിടെയാണ് എന്നുള്ള കാര്യം നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നും ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടാകുന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. നോക്കണേ, നമ്മൾ ഈ ഭൂമിയിൽ ഫിസിക്കലി നമ്മൾ പരദേശികളാണ്. പക്ഷെ സ്പിരിച്വലി നമ്മൾ ആത്മീകമായ ദൈവരാജ്യത്തിന്റെ ആ അന്തസത്ത മനസ്സിലാക്കി നമ്മൾ സ്വർഗത്തിലാണ് എന്നുള്ളതായ ചിന്ത നമുക്ക് ബോധ്യമായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പരദേശികളാണ്. മറ്റ് ആളുകളുമായി നാം നമ്മെ തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ പരദേശികളാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മെ വളരെ അലട്ടേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനങ്ങൾക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ, നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്കെപ്പോഴും ഒരു ഹോം ഫീലിംഗ് എനിക്കുണ്ടാകാറുണ്ട്. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ ട്രെയിനുകളിലോ വിമാനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലൊക്കെ ഞാൻ താമസിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ വരുന്നതായ ചിന്ത, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരും, ഒന്നും സ്ഥായിയായിട്ട് ഇവിടെ എനിക്ക് ചെയ്യാനില്ല. എപ്പോഴും അങ്ങനെയുള്ള ഒരു ചിന്ത എന്നെ അലട്ടാറുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിലേറ്റീവ്സ് ഉണ്ട്, നമുക്ക് സമ്പത്ത് ഇവിടെ ഉണ്ട്, നമുക്ക് വസ്തുക്കളുണ്ട്, വീടുണ്ട്, എല്ലാം നമുക്കുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പരദേശികളായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദേശത്ത്, ഈ പരദേശവാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും സ്വർഗത്തിൽ നമുക്ക് എത്തുവാൻ കഴിയുന്നതായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഏർപ്പെടാവൂ എന്നുള്ള ആ ഒരു അടിസ്ഥാന ചിന്ത നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ഒരു സാധനം വാങ്ങിക്കുവാൻ ഒരു കടയിൽ കയറുമ്പോൾ എനിക്ക് നാട്ടിലോട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്ത എന്നെ അലട്ടാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഞാൻ ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പിൽ കടന്നു ചെല്ലുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇവിടുത്തെ വാട്ട്സ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ വാട്ട്സ് ആണ്, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അത് വ്യത്യസ്തമാണ്. ഇവിടുന്ന് ഒരു സാധനം മേടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആ പവറും അവിടുത്തെ പവറുമായിട്ട് മാച്ചിങ് ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ അത് വാങ്ങിക്കുന്നത് വിഫലമായി മാറും, അത് കത്തിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ ഒരു ചിന്ത വെച്ച് അവിടുത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. നോക്കണേ, ഇതെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ രാജ്യത്തെ നോക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ. ഈ ഭൂമിയിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും എനിക്കും നിങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം പരദേശികളായി മാറുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ പല കാര്യങ്ങളും ഒഴിവാക്കും. കാരണം സ്വർഗത്തിലേക്ക് ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. സ്വർഗത്തിന് യോജ്യമല്ലാത്തതായ യാതൊരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മളെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല, മറിച്ച് സ്പിരിച്വലി സ്വർഗത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എപ്പോഴും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിന് യോജ്യമല്ലാത്തതായ, സ്വർഗത്തിലേക്ക് പോകുവാൻ തടസ്സമായ യാതൊന്നും നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ സ്വീകരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരും പരദേശികളായതുകൊണ്ട് ആ ഒരു ചിന്തയിലൂടെ തന്നെ വേണം നമ്മൾ ജീവിക്കുവാൻ. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ് പറയും, ഇല്ലില്ല, നിനക്കിത് യോജ്യമല്ല. കാരണം ഇത്
സ്വർഗീയമായ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിനക്കിത് സ്യൂട്ടബിൾ അല്ല. അങ്ങനെയാണ് പഴയ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ അവർക്ക് അറിവുള്ളതായ രീതിയിൽ അവർ വേർപാടിന്റെ ഉപദേശങ്ങൾ പഠിപ്പിച്ചു. ചില വേർപാടിന്റെ ഉപദേശങ്ങൾ ബൈബിളിൽ ഇല്ലാത്തതാണെന്ന് നമ്മൾ വാദിക്കുന്നുവെങ്കിലും സ്വർഗത്തിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ സ്വർഗീയമായ ആ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ഭൂമിയിലെ ഇന്ന കാര്യങ്ങൾ തടസ്സമായി തീരും എന്ന് മനസ്സിലാക്കിയതായ പിതാക്കന്മാർ അത് പഠിപ്പിച്ചു. നമ്മൾ അതുകൊണ്ട് ചിലപ്പോൾ അതിനെ പരിഹസിക്കുന്നുണ്ടാകാം, പക്ഷെ അവരുടെ സാഹചര്യങ്ങളിൽ അത് ശരിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങളിലും നമ്മൾ ആ വേർപാടിനെ കാണേണ്ടത് ആ നിലയ്ക്ക് തന്നെയാണ്. ഈ ഭൂമിയിലെ ചില ബന്ധങ്ങൾ എൻ്റെ ആത്മീകമായ അഭിവൃദ്ധിക്ക്, സ്വർഗത്തിൽ പോകുന്നതിന് എനിക്ക് തടസ്സമാണ് എന്ന് തോന്നിയാൽ നമ്മൾ ഒരിക്കലും ആ ഒരു ബന്ധങ്ങളിലേക്ക് പോകുവാൻ പാടില്ല. ഈ ഭൂമിയിൽ എല്ലാം തന്നെ സ്വർഗത്തോടുള്ള സിഗ്നിഫിക്കൻസിൽ വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ആ സ്വർഗീയമായതിനെ യഥാർത്ഥമായിട്ടും കാംക്ഷിക്കുവാൻ സാധ്യമല്ല. ലോകത്തെ മുഴുവനും എൻജോയ് ചെയ്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ലോകത്തിന് നൽകി സ്വർഗത്തിൽ പോകാമെന്ന് ആരും കരുതുക വേണ്ട. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പരദേശികളെന്ന പോലെ എനിക്കും നിങ്ങൾക്കും ആകുവാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വർഗീയമായതിനെ കാംക്ഷിക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. എബ്രായ ലേഖനത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 9-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തുനിന്ന് പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ തന്റെ മക്കളോട്, കൊച്ചുമക്കളോട്, ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നോക്കണേ, ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ പ്രതീക്ഷ മുഴുവനും എവിടേക്കായിരുന്നു? പുതിയ നിയമത്തിലെ പോലെ അത്ര വലിയ വെളിപ്പാടുകൾ അന്നത്തെ ഈ അബ്രഹാം പോലെയുള്ള ആളുകൾക്ക് ലഭിച്ചില്ലെങ്കിലും വിശ്വാസം ഉള്ളിൽ വന്നപ്പോൾ ആ വിശ്വാസം അവരെ വലിയ വെളിപ്പാടുകളിലേക്ക് കൊണ്ടുപോയി. നമുക്കും അങ്ങനെയാണ്. ദൈവത്തിലുള്ള ആ വിശ്വാസം നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ആത്മീയ വെളിപ്പാടും വലിയൊരു വെളിപ്പാടായിരിക്കും. വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്നതായ അതേ പ്രത്യാശ തന്നെ ഈ അബ്രഹാമിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്രഹാം ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയാൻ നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഒരു ദൈവഭൃത്യം പറഞ്ഞത്, വിശ്വാസത്തിന്റെ ടെലിസ്കോപ്പിലൂടെ അബ്രഹാം നോക്കിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് ആ ടെലിസ്കോപ്പിലൂടെ കാണുന്ന ആ ദൈവ നഗരത്തെ അവൻ കാണുവാനിടയായി തീർന്നു. അത് വിശ്വാസത്തിന്റെ ടെലിസ്കോപ്പിലൂടെയാണ് അബ്രഹാം കണ്ടത്. നമുക്കും അങ്ങനെ കാണുവാൻ കഴിയണം. വിശ്വാസത്തിന്റെ ആ ടെലിസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ഒന്നിനെയുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫോക്കസ് എപ്പോഴും സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ പരദേശികളാണ് എന്നുള്ള ആ വലിയ സ്പിരിച്വൽ റിയലൈസേഷൻ നമുക്കുണ്ടാകണം. ആ റിയലൈസേഷനിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമായി തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങൾക്കുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ആത്മീയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കോണം ഇടയായിത്തീരുന്നല്ലോ. വിശ്വാസത്താൽ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ എന്തിനെ നോക്കണം, ഞങ്ങൾ എവിടേക്ക് ഫോക്കസ് ചെയ്യണം, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീക്ഷണം എന്തായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കോണം അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.